ബന്ധം സൂക്ഷിച്ചിരുന്ന നല്ല സംഘടനാബോധം നമ്മുടെ സഖാക്കൾക്ക് പകർന്നു തന്ന പ്രിയങ്കരനായ നേതാവായിരുന്നു സ്വാമി ഭൈരവൻപിള്ള. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ അനുസ്മരണ ദിനമാണ്. രാവിലെ ആര്യശാലയിൽ ഭൈരവണൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിക്കലും അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ യോഗം ഉണ്ടായിരുന്നു. വൈകുന്നേരമാണ് വിപുലമായ രൂപത്തിൽ ഒരു അനുസ്മരണ യോഗം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗമാണ് ഇന്നിപ്പോൾ ഇവിടെ ചേരുന്നത്. യോഗത്തിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ പ്രിയങ്കരനായ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി, പാർട്ടി ഏരിയ കമ്മിറ്റിക്കും സാവയം മണികണ്ഠനെ ക്ഷണിക്കും. പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ സജാദ്, പ്രിയമുള്ള നാട്ടുകാരെ, സഖാക്കളെ, ഇവിടെ സജാദ് സൂചിപ്പിച്ച പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പ്രദേശത്തും ചാലയിലും വളർത്തുന്നതിന് വേണ്ടി, തൊഴിലാളി വർഗ പ്രസ്ഥാനം വളർത്തുന്നതിന് വേണ്ടി വീടും കുടുംബവുമെല്ലാം തന്നെ മാറ്റിവെച്ച് അല്ലെങ്കിൽ ഒഴിഞ്ഞു വെച്ച് മാറി നിന്നുകൊണ്ട് പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ച സഖാവാണ് ഭൈരവൻപിള്ള. നമ്മളെല്ലാം വളരെ അടുത്ത കാലത്താണ് പാർട്ടി മെമ്പർഷിപ്പിൽ വന്നത്. ആ മെമ്പർഷിപ്പിൽ വന്നതിന് ശേഷം ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെയെല്ലാം നിർണായകമായിട്ടുള്ള RSSൻ്റെ ആയിരുന്നാലും മറ്റു ചില പ്രശ്നങ്ങൾ, സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നാലും അത്തരം കാലഘട്ടങ്ങളിലും അത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ സഖാവിൻ്റെ നേതൃത്വവും സഖാവിൻ്റെ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ വളരെ വലുതായിരുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഏതൊരു വീട്ടിലും ഭൈരവൻപിള്ള സഖാവിന് കയറി പോകുന്നതിന് വേണ്ടിയും ഏതൊരു കൊച്ചുകുട്ടിയെയും അല്ലെങ്കിൽ ഒരു പ്രവർത്തകനെയും നമ്മുടെ DYFI എന്ന് പറഞ്ഞോ SFI എന്ന് പറഞ്ഞോ പാർട്ടി എന്ന് പറഞ്ഞോ വിളിച്ചും കൊണ്ട് വരുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ കൂടെ അയക്കുന്നതിന് വേണ്ടി അത്രയും സ്വാതന്ത്ര്യമുള്ള പ്രദേശവുമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. സജാദ് ഇവിടെ സൂചിപ്പിച്ചു. അത്തരത്തിൽ ഉള്ള മുൻകാലങ്ങളിൽ നമ്മൾ പരിശോധിക്കുന്നത് പോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാത്ത സന്ദർഭങ്ങളിലാണ് ഭൈരവൻപിള്ള ഈ പ്രദേശത്ത് സംഘടനാ പ്രവർത്തനം നടത്തി എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല, ഓർമ്മിച്ച് പോകും എന്നുള്ളതാണ്. ഇന്നത്തെ പോലെയല്ല, അന്ന് നടന്നാണ് സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ചാല ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇന്ന് 2 വാർഡാണെങ്കിൽ കരമന അടക്കം, നെടുങ്കാട് അടക്കം, കാലടി അടക്കം, ഇന്നത്തെ ആറ്റുകാൽ, കുരിയാത്തി അടക്കമുള്ള വാർഡിൻ്റെ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത് കൂടെ നമ്മൾ ഓർമ്മിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങൾ നടന്ന് ഇത്തരം മേഖലകളിലെല്ലാം പോയി സംഘടനാ പ്രവർത്തനം നടത്തുന്നു എന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. ഇന്നെല്ലാം മറ്റ് ആധുനിക രംഗത്തുള്ള അറിയിപ്പുകളും എല്ലാമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അത്തരത്തോളം ത്യാഗ സഹിച്ചുകൊണ്ടാണ് ഇത്തരം നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് മുമ്പ് നിന്ന് പോരാടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 90-98 കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നമുക്ക് ചില ഇടങ്ങളിലെല്ലാം തന്നെ യോഗം നടത്തുന്നതിന് വേണ്ടി CPMൻ്റെ പേരിൽ പൊതുയോഗം നടത്തുന്നതിന് വേണ്ടിയെല്ലാം തന്നെ നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1998 കാലഘട്ടങ്ങളിലെല്ലാം തന്നെ സഖാവടക്കം മുമ്പ് വന്ന് നിന്നും കൊണ്ട് അത്തരം പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ വന്ന് യോഗം നടത്തുന്നതിനും വീടുകളിലിറങ്ങിയ ആളുകളെ വിളിച്ചു കൂട്ടുന്നതിനും വനിതകളെ അടക്കം, സ്ത്രീകളെ അടക്കം വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടി വഹിച്ചിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് ഇന്നും നമുക്കത് വലിയൊരു സംഭവമായിട്ടാണ് ഇന്നിപ്പോൾ നമുക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒരു സഖാവിനെ നമുക്ക് ഇന്ന് കിട്ടുമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ അന്നത്തെ സന്ദർഭങ്ങളിൽ കിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 1 രൂപ പോലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ, 1 രൂപ പോലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ സംഘടനാ പ്രവർത്തനം ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോ അംഗങ്ങളും ആ നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ മാതൃകാപരമായിട്ടുള്ളത് ഒരു ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയുന്നതിന് വേണ്ടി ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക എന്നുള്ളത്. എന്തായിരുന്നാലും എൻ്റെ കർത്തവ്യത്തിലൂടെ ഞാൻ കടക്കുകയാണ്.
സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് നമുക്ക് അറിയിപ്പ് തന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏരിയ സെക്രട്ടറി തടക്കം DC മെമ്പർ തടക്കം നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഏറ്റതാണ്. പെട്ടെന്നുള്ളൊരു അസുഖം കാരണം സഖാവിന് പങ്കെടുക്കാൻ കഴിയില്ല, ഹോസ്പിറ്റലിലാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് N. രതീന്ദ്രനാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. സഖാവ് N. രതീന്ദ്രന് യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരുടെ പേരിലും പാർട്ടി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടിയും ഈ പ്രദേശത്തെ നാട്ടുകാർക്ക് വേണ്ടിയും ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ നമുക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് CS സജാദാണ്. സജാന് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് CS സുന്ദർ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. സഖാവിന് സ്വാഗതം ആശംസിക്കുകയാണ്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജയൽകുമാർ ഇന്നലെ മുതൽ തന്നെ ഈ അനുസ്മരണ യോഗം ആര്യശാല സംഘടിപ്പിച്ചതും ഇവിടെ നടക്കുന്ന അനുസ്മരണ യോഗത്തിലെല്ലാം തന്നെ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയെല്ലാം ചെയ്ത പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയൽകുമാറിനെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ ആദർശ് ഖാൻ, ആറ്റുകാൽ വാർഡ് കൗൺസിലറും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള R. ഉണ്ണികൃഷ്ണൻ, മേലാർന്നൂർ ഉണ്ണികൃഷ്ണൻ മുൻ കൗൺസിലറാണ്. മേലാർന്നൂർ ഉണ്ണികൃഷ്ണൻ മുൻ കൗൺസിലറാണ്. മേലാർന്നൂർ ഉണ്ണികൃഷ്ണൻ, ജ്യോതികുമാർ, കാലടി അജിത്ത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മുൻ അംഗവും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള അജിത്ത്, പൂജപ്പര ഗോവൻ, ആറ്റുകാൽ LC സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് C. ജയൻ, മുൻ വാർഡ് കൗൺസിലറും കൂടെയാണ്. അങ്ങനെ നിരവധി സഖാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വനിതാ സഖാക്കൾ, മകള അസോസിയേഷൻ്റെ നേതാവായിട്ടുള്ള മായ പ്രദീപ് തുടങ്ങിയ മുഴുവൻ സഖാക്കൾക്ക്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും ബ്രാഞ്ച് സെക്രട്ടറിമാർക്കും ലോക്കൽ സെക്രട്ടറിമാർക്കും മുഴുവൻ സഖാക്കൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സെക്രട്ടറി പ്രിയങ്കരനായ സഖാവ് CL കുമാറിനെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ സവ് CS സജാദ്, വേദിയിലുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ സവ് സുന്ദർ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരരായ സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഉദ്ഘാടകൻ കിളിപ്പല്ലം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനകത്ത് എത്തും. അതിനിടയിൽ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ ആര്യശാലയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിലും പറഞ്ഞു, നിസ്വാർത്ഥനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പൂർണ്ണമായും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് സവ് M. ഭൈരവൻപിള്ള. അതിനു മുമ്പ് എൻ്റെ മാതാപിതാക്കളുടെ ഞാൻ കണ്ടിട്ടുണ്ട്. കരമനയിൽ പ്രിയങ്കരനായ സഖാവ് രാഘവൻ മേശ്ശേരി, അദ്ദേഹം ഒരു പരിപാടിക്ക് പോകുന്ന ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ബസ്സിന് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ, നിൽക്ക് 5 മിനിറ്റ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മേശ്ശേരി നിൽക്കി ഒരു 10 മിനിറ്റിനകത്ത് പോകുന്നുണ്ട്. മേശ്ശേരി കടയിൽ കയറി ഒരു ബ്ലൗസോ ഒരു ഷർട്ടോ തയ്ച്ച് വീട്ടിൽ കൊണ്ട് പൈസ വാങ്ങിച്ച് ആ പൈസ കൊണ്ടാണ് ഞങ്ങളെ വിളിച്ചോണ്ട് പോകുന്നത്. പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പൈസ മുഴുവൻ സ്വന്തമായി കരമന ജംഗ്ഷനിലെ തൻ്റെ കൈകളിൽ തയ്ച്ചുണ്ടാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, ഇവിടെ നേരത്തെ മണികണ്ഠൻ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഞാൻ എപ്പോഴും കാണുന്നത് നടന്നു പോകുന്ന വൈരവണ്ണനെയാണ്. ചാലയിൽ കമ്പോളത്തിലൂടെ ഇങ്ങനെ നടക്കുന്ന വൈരവണ്ണൻ, നമ്മുടെ ഇതുവഴി നടക്കുന്ന കുര്യാത്തിയിലും മേടമുക്കിലും ഇതുവഴി ഇങ്ങനെ നടന്നു പോകുന്ന വൈരവണ്ണൻ, അല്ലെങ്കിൽ കരിമടത്ത് നിന്ന് വനിതാ സഹാക്കളോടും വീടുകളിലും കയറി കാര്യങ്ങൾ അന്വേഷിക്കുന്ന വൈരവണ്ണൻ. അദ്ദേഹത്തിന് നല്ല കച്ചവടം നടത്തിയാൽ സുഖമായി ജീവിക്കാൻ കഴിയുന്ന, ഏറ്റവും നല്ല നിലയിലാണ് ജീവിക്കാൻ കഴിയുന്ന ചാലയിൽ വൈരം സ്റ്റോഴ്സ് എന്ന പേരിൽ തന്നെ ഒരു പൂക്കട ഉണ്ടായിരുന്ന പൂക്കടയുടെ ഉടമസ്ഥനായിരുന്നു സഹ ഭൈരവൻപിള്ള. ഭൈരവണ്ണന്റെ
അനുജനടക്കമുള്ള ആളുകൾ അവിടെ നല്ലോണം ജോലി ചെയ്ത് അദ്ദേഹത്തെ ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് ഓർക്കുകയാണ്. എന്നാൽ പോലും ചാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട നടത്തിക്കൊണ്ടിരുന്നു. ഞാനിപ്പോൾ അടുത്ത കാലത്ത് തിരുവനന്തപുരം ഫ്ലവറിസ്റ്റ് അസോസിയേഷൻ അവിടെ പൂക്കെട്ടുകാരുടെയും പൂക്കച്ചവടക്കാരുടെയും എല്ലാം ഒരു യോഗത്തിൽ എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ആ യോഗത്തിൽ പോയപ്പോൾ അവിടെ ആ യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു, ചാലയിലെ പൂക്കടയുമായി ബന്ധപ്പെട്ട് അതുപോലെ ചാലയിലെ ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെയും തൊഴിലാളി വർഗത്തിന്റെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിസ്വാർത്ഥമായ സുധീരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഭൈരവൻപിള്ള, അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് നല്ലവണ്ണം കച്ചവടം ചെയ്തിരുന്നെങ്കിൽ അന്ന് ഒക്കെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ മുഴുവൻ പൂവും കൊടുത്തിരുന്നതും അതുപോലെയുള്ള ഇവിടെയുള്ള വിവിധങ്ങളായ ക്ഷേത്രങ്ങളിലുള്ള ആവശ്യമായ പൂജയ്ക്കുള്ള സാമഗ്രികളും എല്ലാം കൊടുത്തിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന്. അത് നോക്കി അദ്ദേഹത്തിന് സുഖമായി ജീവിച്ച് നല്ല നിലയിൽ നല്ല കാശൊക്കെ ഉണ്ടാക്കി ജീവിക്കാമായിരുന്നു. പൂർണ്ണമായ ത്യാഗമനോഭാവത്തോടു കൂടി അത് മുഴുവൻ ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചു. അപ്പോൾ ആ രീതിയിൽ സ്വന്തം കുടുംബം നോക്കാതെ പൂർണ്ണമായ നിസ്വാർത്ഥമായ ത്യാഗത്തിന്റെ പ്രതിരൂപമായി നമ്മുടെ മുന്നിൽ നമ്മെ നയിച്ച ധീരനായ സഖാവ് ഭൈരവണ്ണന്റെ 4ാമത് ചരമദിനമാണ്. ഇവിടെ സാവ് മണികണ്ഠൻ സൂചിപ്പിച്ചതുപോലെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഈ പാർട്ടി ഇവിടെ നയിച്ചത്, ഈ തൊഴിലാളി വർഗത്തെ നയിച്ചത്. ഞാനിപ്പോൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനുള്ള ബുദ്ധിമുട്ടും അതിൻ്റെതായ ക്ഷമയും അത്തരത്തിലുള്ള എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പൂർണ്ണ സമയം ഓടി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇത്രയും സാഹചര്യത്തിൽ പോലും നമുക്കത് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നെങ്കിൽ ഇതൊന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ബസ്സിന് പൈസയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ തൊഴിലാളി വർഗത്തെയാകെ മുതലാളിമാർ ചാലയിൽ അടിച്ചമർത്തി, തൊഴിലാളികൾ കൂടുതൽ വൈകുന്നേരം ചോദിച്ചാൽ കൂലി ചോദിക്കുമ്പോഴത്തേക്കും ആ കൂലി കൊടുക്കാതെ അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കി, പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച് അവശനാക്കി, ആ ചോദിക്കാനും പറയാനും ആരുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ആ മുതലാളിമാർക്കെതിരായി പോരാട്ടം നടത്തി ധീരമായി ഈ ചാലയിലെ പ്രദേശത്ത് പാർട്ടിയെ കെട്ടിപ്പടുത്തതിൽ നിസ്തുലമായ പങ്കുള്ള പ്രിയങ്കരനായ സഖാവ് ഭൈരവൻപിള്ളയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ CPIM-ന്റെ ചാല ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്ന മുഴുവൻ സഖാക്കളെ ഈ പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള രജീന്ദ്ര സാഹിബിനെ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള അധ്യക്ഷൻ, വേദിയിലെ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹാക്കളെ, ഭൈരവൻപിള്ള സൗമ്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കാഴ്ചയിലും നടത്തത്തിലും സംസാരത്തിലും എല്ലാത്തിലും എന്തെന്നില്ലാത്ത സൗമ്യത കൈവരിച്ചിരുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റായിരുന്നു ഭൈരവൻപിള്ള. കുറച്ചുകാലം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും പ്രവർത്തിച്ചു. അപ്പോൾ പലപ്പോഴും AC സെക്രട്ടറി എന്ന നിലയിൽ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുക ഒരു പതിവായിരുന്നു. പിന്നെ നിരവധി പരിപാടികളിൽ അന്നും ഇതുപോലെ വിളിച്ചുകൊണ്ടുവരികയും പ്രസംഗിപ്പിക്കുകയും ക്ലാസ് എടുപ്പിക്കുകയും ജനറൽ ബോഡികളിൽ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പരിചയം പാർട്ടി എന്നതിലുപരി ഭൈരവൻപിള്ളയുമായി ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. ജയിൽകുമാർ ഭൈരവൻപിള്ള ഈ പ്രദേശത്ത് നടത്തിയ ത്യാഗസുരഫലമായ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറഞ്ഞു. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെയാണ്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നല്ല സൗകര്യത്തിലൊക്കെ ജീവിക്കുന്നു എന്നൊക്കെ തോന്നുന്നു. പക്ഷേ ഈ പ്രവർത്തനം തന്നെ ജീവിതം പാർട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനമാണ്. എല്ലാവരും അങ്ങനെ തന്നെ. അത് പാർട്ടി മെമ്പറായാലും LC-യിലും AC-യിലും പ്രവർത്തിക്കുന്നവരായാലും ജില്ലാ കമ്മിറ്റിയിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും പ്രവർത്തിക്കുന്നവരായാലും അവരെല്ലാം അവരുടെ ജീവിതം പാർട്ടിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്.
പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന സാധാരണ ഞങ്ങൾ ഈ പൊതുയോഗത്തിലൊന്നും പ്രസംഗിക്കാറില്ല, ക്ലാസ് എടുക്കുമ്പോൾ ഹാൾ മീറ്റിങ്ങിൽ മാത്രം പറയുന്നതാണ്. ആ ഭരണഘടനയിൽ ഞങ്ങളുടെ പാർട്ടി മെമ്പർമാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തി താല്പര്യങ്ങൾക്കുപരിയായി പാർട്ടി താല്പര്യത്തെ കണ്ടുകൊള്ളാം എന്നാണ്. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി നമുക്കൊന്നുമില്ല. ഇപ്പം അമ്മ സുഖമില്ലാതെ ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞാലും അമ്മയെ നോക്കാൻ മറ്റ് സഹോദരങ്ങളെയും നമ്മുടെ അനുഭാവികളെയും ചുമതലപ്പെടുത്തിയിട്ട് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഏതാണോ അത് നമ്മൾ ചെയ്തേ മതിയാവും. അതാണ് പാർട്ടി. ആളുകൾ വല്ലതുമൊക്കെ പറയും. എനിക്കറിയാം, എൻ്റെ അമ്മ മരിക്കുന്നത് 1980 ജനുവരി മാസം 16-ാം തീയതിയാണ്. 20-ാം തീയതി അന്നത്തെ ഇലക്ഷനാണ്, LDF അധികാരത്തിൽ വരുന്ന ഇലക്ഷൻ. സഞ്ചയനത്തിന് എത്ര ദിവസം വേണം? ചുരുങ്ങിയത് 5 ദിവസം വേണ്ടേ, അല്ലെങ്കിൽ 7 ദിവസം വേണ്ടേ? അപ്പം ഞങ്ങളെല്ലാം പാർട്ടി ആയതുകൊണ്ട് പറഞ്ഞു NSSും കോപ്പമൊന്നുമില്ല, SNDPയും ഇല്ല. അപ്പം നമ്മൾ പറഞ്ഞു 16-ാം തീയതി മരിച്ചു, 19-ാം തീയതി സഞ്ചയനം, 20-ാം തീയതി ഇലക്ഷനാണ്, ഞങ്ങൾക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. അപ്പം നാട്ടുകാർ പറഞ്ഞു അവനൊക്കെ തള്ള ചത്താലും ഇല്ലേടാ പ്രയാസം. ഞങ്ങൾക്ക് പ്രയാസമുണ്ടോ ഇല്ലയോ എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഉത്തരവാദിത്വവും ഏൽപ്പിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനാണ് ഞാനാദ്യമായി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങനെ തന്നെ, ഇരിക്കുന്ന നിങ്ങളും ഇവിടെ ഇരിക്കുന്ന ഞങ്ങളും എല്ലാം അങ്ങനെ തന്നെ പോകുന്നത്. എന്ന് തന്നെയല്ല, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളിനും അതിൻ്റേതായ പങ്കുണ്ട് ഈ പാർട്ടിക്കകത്ത്. എത്ര വലിയ ഉന്നതനായാലും ചെറിയ സഖാവായാലും അവർക്കെല്ലാം അവരുടേതാവുന്ന പങ്കുണ്ട്. എന്തായാലും ഞാൻ അത്തരം ഒരു പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല. ഭൈരവൻപിള്ള സാവിൻ്റെ 4ാമത് ആ ഓർമ്മ ദിനത്തിൽ ആ നല്ല ഓർമ്മകൾക്ക് മുന്നിൽ ഒരു രക്തപുഷ്പം ചാർത്താൻ ഞാൻ തയ്യാറാവുകയാണ്. ഈ 4ാമത് വാർഷികം ആചരിക്കുന്ന വേളയിൽ കേരളത്തിലെ ഇന്ത്യയിലെയും രാഷ്ട്രീയ സാഹചര്യം വളരെ സവിസ്തരമായി പ്രതിപാദിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല. വല്ലാത്തൊരു കാലാവസ്ഥയിലൂടെ നമ്മുടെ രാജ്യം പോവുകയാണ്. ഇന്നലെയും മെനഞ്ഞാന്നത്തെയും നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ വാർത്ത എന്താ? പത്രത്തിൽ വന്ന വാർത്ത ഇന്നലത്തെയും ഗോപാലസ്വാമി അതിൻ്റെ നാട്ടിലാണ്. അതിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് സംഗതി എന്തായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരും. ആറാലുമൂടാണ്. ഇന്നിപ്പോൾ കർഷക തൊഴിലാളി യൂണിയൻ്റെ കമ്മിറ്റി കൂടിയിട്ടാണ് ഞാൻ വരുന്നത്. 22-ാം തീയതി നവോത്ഥാന അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരായി നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുയോഗം സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കാൻ ഇരുന്നത് കൊണ്ടാണ് ഞാൻ വൈകിപ്പോയത്. അല്ലെങ്കിൽ 6 മണിക്ക് തന്നെ എത്തുമായിരുന്നു. അതവിടെ ഇരുന്നോട്ടെ. അതുപോലെ മറ്റൊരു വാർത്ത വന്നു, 1.5 കോടി ആളുകൾ പങ്കെടുത്തു വന്നാണ്. എന്താ അത്? കുംഭമേള. ഇതാണെന്ന് നമ്മുടെ രാജ്യം. നദികളുടെ സംഗമഭൂമിയിൽ, അതൊക്കെ പുണ്യഭൂമിയാണല്ലേ? വിശ്വാസമുള്ളവർക്കെല്ലാം അത് പുണ്യഭൂമിയാണ്. എൻ്റെ വീട്ടിലൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, 92 വയസ്സിൽ മരിച്ചുപോയി. നല്ല വിശ്വാസിയായിരുന്നു. ആ ഷോക്കേസിൻ്റെ അകത്തൊരു കുട്ടി കലശവിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കലശത്തിലൊന്നുമില്ല, ചുമ്മാ കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. എങ്കിലും അപ്പോഴപ്പോഴായി നമ്മൾ ചോദിക്കും, തലതിരിഞ്ഞ് നമ്മൾ ചോദിക്കും എന്താ കലശത്തിൻ്റെ അകത്ത്? അത് അമ്മച്ചിയുടെ ആരോ അങ്ങ് ഗംഗയിൽ പോയപ്പോൾ കൊണ്ടുവന്ന തീർത്ഥജലം എന്ന് പറഞ്ഞ ഷോക്കേസിൻ്റെ അകത്തിൽ പൂട്ടി വച്ചിരിക്കുകയാണ്. ഗംഗയുടെ അവസ്ഥ അറിയാം, എന്താ അവസ്ഥ? ഏറ്റവും കൂടുതൽ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ്, ഇന്ത്യയിലല്ല, ഗംഗ. 2020 മാർച്ച് മാസം മുതൽ കോവിഡ് വന്നല്ലോ ഇവിടേക്ക്. മാർച്ച് 24 മുതൽ ലോക്ക്ഡൗൺ ആയി അല്ലേ? നമ്മുടെ LDFന്റെ ഗവൺമെന്റ് ആയിരുന്നു നന്നായി അതിനെ നേരിടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. ശവശരീരം ആരും ഏറ്റുവാങ്ങുന്നില്ല. വീട്ടിൽ അച്ഛനാണ് മരിച്ചത്. അപ്പം അമ്മയും മക്കളും ഉണ്ട്. അപ്പം ആശാ വർക്കർമാരാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്. വിളിച്ചു പറയുന്ന അമ്മ അപ്പച്ചൻ പോയി, ബോഡി ഞങ്ങൾക്ക് വേണ്ട. അപ്പച്ചൻ മരിച്ചു, അപ്പച്ചൻ്റെ ബോഡി ആർക്ക് വേണ്ടെന്നാ പറയുന്നേ? വീട്ടുകാർക്ക് വേണ്ട. എന്താ? അടുത്തു പോയാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കും കൂടെ ചിലപ്പോൾ കോവിഡ് വന്ന് അവരും തട്ടിപ്പോകും. അതുകൊണ്ട് പോയത് പോട്ടെ, ബോഡി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ. നമ്മൾ DYFIക്കാർ ജാക്കറ്റ് എല്ലാം ഇട്ട്, ഗ്ലൗസ് എല്ലാം ധരിച്ച്, മാസ്ക് എല്ലാം വെച്ച്, തൊപ്പിയെല്ലാം ധരിച്ച് ആ ശവശരീരം വാങ്ങിച്ചുകൊണ്ടുപോയി അടക്കം ചെയ്തു, സംസ്കരിച്ചു അല്ലേ? അവസാനം ശ്മശാനങ്ങളിൽ ഇച്ചിരി തിരക്ക് വന്നു.
തിരക്ക് വന്നപ്പോൾ ആ ശരീരം എവിടെ തന്നെ സൂക്ഷിച്ച് നമ്മൾ മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ച് ആ മുറ അനുസരിച്ച് നമ്മൾ സംസ്കരിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അതിൻ്റെ മഹത്വം പറയാനില്ല. ഇവിടെ ഒരു ശരീരം പോലും നമ്മൾ അനാദരവ് കാണിച്ചു കൊണ്ട് കളഞ്ഞോ? ഇന്നലത്തെ ദേശാമനിലൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒരു അച്ഛൻ്റെയും മോളെയും. ഭാര്യ മരിച്ചു, ഭർത്താവ് ആ മരിച്ചുപോയ ഭാര്യയുടെ ശവശരീരം സൈക്കിളിൽ വച്ച് കെട്ടിക്കൊണ്ട് ഉരുട്ടിക്കൊണ്ട് പോവുകയാണ്. ആംബുലൻസും ഇല്ല, ഒന്നുമില്ല. ആർക്കെങ്കിലും വല്ല പ്രയാസമുണ്ടോ? ഇവിടെയാണിങ്ങനെ നടന്നെങ്കിലോ? ഒരു ശവശരീരം തൈക്കാട് ശാന്തി കവാടത്തിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അരമണിക്കൂറൊന്ന് താമസിച്ചാൽ ഉടൻ ചാനലുകാരൻ വരും, പിറ്റേന്ന് വാർത്തയായി. എന്താ? ശവശരീരത്തോട് അനാദരവ്. ഇവിടെ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് പോവുകയാണെന്ന്. ഭർത്താവ് സൈക്കിളിൽ ഭാര്യയുടെ ശരീരം വച്ച് കെട്ടി ഉരുട്ടുന്നു, 9 വയസ്സുകാരി മോള് കൂടെ നടക്കുന്നു. ഉത്തർപ്രദേശിലോ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണപ്പോൾ ആ ശവശരീരം അടക്കം ചെയ്യാൻ ഒരു ഗവൺമെന്റും ഇല്ല. അവിടെ ഒരു ലോക്കൽ ബോഡിയും ഇല്ല, ഒരു കോർപ്പറേഷനും ഇല്ല, ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒന്നുമില്ല. പിന്നെന്താ? ഇങ്ങനെ വച്ച് കെട്ടിക്കുമ്പോൾ ശവശരീരം എന്ത് ചെയ്തവര്? ആ ഗംഗാ നദിയുടെ തീരത്ത് പോയി കരയിൽ നിന്ന് ഒറ്റ ഏറാണ്. അവസാനം ഗംഗാ നദി മുടിയൻ കോവിഡ് കൊണ്ട് മരിച്ച ആളുകളുടെ ശവശരീരമായിരുന്നു. ആ നദി, പുണ്യ നദികളുടെ എല്ലാം സംഗമ ഭൂമിയിലാണ് ഇന്നലെ 1.5 കോടി ആളുകൾ വന്ന് മുങ്ങി എണീറ്റത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. അതൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, അങ്ങനെ പോവാമോ? 1.5 കോടി ആളുകൾ വന്ന് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നില്ലേ? ആരെങ്കിലും പോണ്ടെന്ന് പറയുന്നുണ്ടോ? ഇവിടെ മഹാദേവർ ക്ഷേത്രമുണ്ട്, അവിടെ പോകുന്നില്ലേ? ഞായറാഴ്ച പള്ളി പോകുന്നില്ലേ? അതിനൊന്നും ഞങ്ങൾ എതിരല്ലാന്ന്. ഒരാളിന് എന്താണോ വിശ്വാസം ആ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ വെക്കോ. എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ പോവുകയില്ല. അതിന് നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടോ? ഒരു പരാതിയില്ല. ഇവിടെ കളിപ്പാങ്കുളം ഗ്രന്ഥശാലയിൽ ഒരു വാർഷികം നടക്കുമ്പോഴാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഉണ്ടായിരുന്നു. നമ്മുടെ കുരീപ്പുഴ ശ്രീകുമാർ എന്ന് പറയുന്നൊരു കവിയുണ്ട്. അപ്പോൾ ഗ്രന്ഥശാല വാർഷികം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഐറ്റം എന്താ? അധ്യക്ഷ എണീറ്റ് എന്ന് പറയുന്ന ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഗ്രന്ഥശാലയല്ലേ? അപ്പോൾ ഈശ്വര പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ ഇരിക്കുകയോ എണീക്കുവോ? എല്ലാവരും എണീക്കും. എനിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലെന്നൊന്നും നോക്കുന്നില്ല, എല്ലാവരും എണീറ്റു. പക്ഷേ കുരീപ്പുഴ ശ്രീകുമാർ എന്ന് പറയുന്ന കവി അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ശ്രീമാന്റെ അടുത്തിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ശ്രീമാർ? അയാൾ തിരിച്ച് എന്നോട് ചോദിച്ചു, രതീന്ദ്രന് വിശ്വാസമുണ്ടോ ഇതില്? ഞാൻ പറഞ്ഞു, നമ്മുടെ വിശ്വാസമല്ലല്ലോ, നാട്ടുകാരെല്ലാം വിശ്വാസികളല്ലേ, അതുകൊണ്ട് അവരോടൊപ്പം എന്തിനാ അങ്ങനെ പറ്റിക്കാൻ പോണേ എന്തിനാ? എടാ, നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ആ വിശ്വാസം പ്രകടിപ്പിക്കണ്ട. വിശ്വാസമുള്ളവർ വിശ്വസിച്ചോട്ടെ, വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ കഴിയാം. അതാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തിന്റെ പേരാണ് മതനിരപേക്ഷ രാഷ്ട്രം ഇന്ത്യ. ഇപ്പൊ ഇതാ നരേന്ദ്രമോദി വീണ്ടും വന്നില്ലേ, 3ാമത്. വലിയ ശക്തിയോടൊന്നുമല്ല വന്നേ, അല്ലേ? കഴിഞ്ഞോണം 303 സീറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ എത്രയേ ഉള്ളൂ? 240 ഉള്ളൂ. ഭൂരിപക്ഷത്തിന് 272 സീറ്റ് വേണം. 32 സീറ്റ് കുറവുണ്ടായിരുന്നു. 52 വരെ കൂടുതൽ പിടിച്ച മുന്നണിയായി ഇന്നിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് പറയില്ലേ, പുള്ളിപ്പുലിയുടെ പുള്ളി എത്ര തന്നെ തുടച്ചാലും മാഞ്ഞു പോവില്ല. നരേന്ദ്രമോദി ഈ മതനിരപേക്ഷതയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയത ഊട്ടി വളർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 പ്രാവശ്യമാണെന്ന് സുപ്രീം കോടതി ഇടപെട്ടെ. അവർക്ക് ഇഷ്ടമില്ലാത്ത മതസ്ഥരെ മുഴുവൻ കൊന്നു തള്ളുക എന്ന് പറയുന്ന സമീപനം സ്വീകരിക്കുകയല്ലേ. അവർക്ക് ഇഷ്ടമില്ലാത്തതാരാ? ഇപ്പൊ ഇതാ 2025 ജനുവരി മാസം 16 2025 ഒക്ടോബർ മാസം ആകുമ്പോൾ തീയതി എനിക്കറിയില്ല. വിജയദശമിയും പൂജ വയ്പും പൂജെടുപ്പും വരും അല്ലേ ഒക്ടോബറിൽ. ആ വിജയദശമി നാളാവുമ്പോ ഇന്ത്യയിൽ RSS എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടിട്ട് 100 വർഷമാവും. 100 വർഷം. ആ 100 വർഷം കൊണ്ട് ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കുമെന്നാണ് 1925 RSSകാരൻ പ്രഖ്യാപിച്ചത്. ഇന്നും ഇന്നലെയല്ല. 1925 RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് അന്നത്തെ അതിന്റെ നേതാക്കന്മാർ പറഞ്ഞത് 100 വർഷം കൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഉന്നയിച്ച മുദ്രാവാക്യം എന്താ?
നമ്മൾ പറഞ്ഞു നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി എന്ത് പറഞ്ഞു? നരേന്ദ്രമോദി പറഞ്ഞു 400 കടക്കണം, അല്ലേ? 400 കടക്കണം. 400 കടക്കണം എന്ന് പറഞ്ഞാൽ 400 സീറ്റ് കടക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയും BJP മത്സരിച്ചേ. എന്തിനാ 400 കടക്കണേ? ഭൂരിപക്ഷത്തിന് ഭരിക്കാൻ എത്ര മതി? 272 പോരെ? പിന്നെന്തിനാ 400 വേണോന്ന് പറഞ്ഞ്? 400 വന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷമായി. 2/3 ഭൂരിപക്ഷമായാൽ ഈ രാജ്യത്തെ എന്താക്കി മാറ്റാം? ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാം. അപ്പൊ നമ്മൾ ഈ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്നത് ഹിന്ദുക്കളാണ്. ചന്ദനം തൊട്ടവരുണ്ട്, കുങ്കുമം തൊട്ടവരുണ്ട്. ഒരു പരാതിയില്ല, എല്ലാം വേണം. എല്ലാ ദിവസവും അമ്പലത്തിൽ പൊയ്ക്കോ. അപ്പോ ഹിന്ദുക്കളല്ലേ നമ്മൾ ബഹുഭൂരിപക്ഷം. ആ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തോ? ആ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു, ഈ രാജ്യത്തിൽ ബഹുഭൂരിപക്ഷം വരുന്നത് ഹിന്ദു എന്ന, ഞാൻ ഹിന്ദുവാണ്, പക്ഷെ നരേന്ദ്രമോദിയുടെ കൂടെ നമ്മൾ പോണില്ല, അല്ലേ? നമ്മളെല്ലാം ഹിന്ദുക്കളാണ് ബഹുഭൂരിപക്ഷം. നമ്മളാരും ആരോടൊപ്പം പോകുന്നില്ല? നരേന്ദ്രമോദിയോടൊപ്പം പോകുന്നില്ല. പക്ഷേ ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിന്റെ വോട്ട് നേടിക്കൊണ്ട് അധികാരത്തിൽ വരിക എന്ന് പറയുന്ന സമീപനമാണ് ആര് സ്വീകരിച്ചത്? നരേന്ദ്രമോദി സ്വീകരിച്ചു. അതിന് കഴിഞ്ഞ 25 മുതൽ പ്രവർത്തിക്കുകയല്ലേ. 1925 RSS ഉണ്ടായി. 25 എന്നുള്ളത് 35 നമ്മളിപ്പോ പാർട്ടി സമ്മേളനം നടക്കുകയല്ലേ, ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയല്ലേ. ആ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷമായി നമ്മൾ നടത്തിയ പ്രവർത്തനം അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ RSS സമ്മേളനം നടത്തിയപ്പോൾ ഇങ്ങനെ RSSന്റെ പ്രവർത്തനം ചർച്ച ചെയ്ത് വരികയാണ്. 1925 രൂപം കൊണ്ടു 35, 45. 45 അവർ കൂടിയപ്പോൾ അവർ പറഞ്ഞു ഇത് ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ. RSS എന്ന് പറയുന്ന സംഘടന നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വളരുന്നില്ലല്ലോ. അപ്പൊ അയാൾ ചോദിച്ചു എന്താ വളരാത്ത? അത് നിങ്ങളെയൊക്കെ കയ്യിലിരിപ്പുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? വളരണ്ടേ? ആ വളരണം. വളർത്താൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. എങ്ങനെ വളർത്താം? ഇങ്ങനെ സാധാരണ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത് പോലെ ഒന്നും പ്രവർത്തിച്ചാൽ RSS വളരില്ല. ഇത് പ്രത്യേകിച്ചൊരു മുദ്രാവാക്യം വയ്ക്കുന്നതാ. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്താ? നമ്മുടെ മുദ്രാവാക്യം എന്താ? ഈ രാജ്യത്തിലെ ജനങ്ങളെ പുരോഗതിയിലേക്ക്, ഉന്നതിയിലേക്ക് കൊണ്ടുവരണം, ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കണം. അവൻ പറയുന്നത് എന്താ? ഈ രാജ്യം ഹിന്ദു രാഷ്ട്രം മാറണം. അതിന് ആ മുദ്രാവാക്യത്തിനൊരു വ്യത്യാസമുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്ന മുദ്രാവാക്യമല്ല. അതുകൊണ്ട് ഹിന്ദുക്കളെ ഒട്ടാകെ ആകർഷിക്കണം. അതിനെന്താ മാർഗം? ഹിന്ദുക്കളെ ഒട്ടാകെ ആകർഷിക്കണമെങ്കിൽ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം പോരാ, പകരം അക്രമം സംഘടിപ്പിക്കണം. അക്രമം സംഘടിപ്പിക്കാന്ന് പറഞ്ഞാൽ ബസ്സിന് തീയിട്ടാ മതിയോ? ആഫീസിനെ കല്ലെറിഞ്ഞാ മതിയോ? അതൊന്നും പോരാ. പിന്നെന്ത് വേണം? കൊല്ലണം. കൊല്ലണം. ആരെ കൊല്ലണം? ഇവിടെ ഇരിക്കുന്ന വേലുക്കുട്ടിയെ, കുട്ടപ്പനെ, ചാത്തനെ, ഗോപാലിനെ കൊന്നിട്ട് വല്ല കാര്യമുണ്ടോ? സാധാരണക്കാരനെ കൊന്നിട്ട് കാര്യമില്ലാന്ന്. പ്രധാനപ്പെട്ട ഒരാളെ വകവരുത്തണം എന്ന് പറഞ്ഞാൽ ആ കൊലപാതകം കേൾക്കുമ്പോൾ ലോകത്തിലെ ജനങ്ങൾ ഞെട്ടി വിറയ്ക്കണം. ആ കൊലപാതകത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സുകളിൽ എപ്പോഴും എന്തുണ്ടാകണം? നീറുന്ന വേദന ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരാളെ കൊല്ലണം. കൊള്ളാം. എല്ലാവരും കൂടെ RSS പറയും കൊള്ളാം, നല്ല ഐഡിയ, നമുക്ക് ശരിയാക്കാം. ആര് കൊല്ലായി? ഒരാളുകളായി പേര് ഇയാള് കൊള്ളില്ല, ഒരപ്പാവി കേസ്, ആരും ശ്രദ്ധിക്കില്ല. അടുത്തത് അതും കൊള്ളില്ല, അടുത്തത് അതും പോരാ. പിന്നെ കറങ്ങി ആ പാവപ്പെട്ട കൊച്ചു മനുഷ്യന്റെ അടുത്തെത്തി. ആര്? മഹാത്മാഗാന്ധിജി. ഗാന്ധിജിയെ കൊല്ലണം. എന്താന്ന് വെച്ചാൽ അവന്റെ മനസ്സിൽ ഇത്തിരി പ്രയാസവും നിൽക്കുകയാണ്. എന്താന്ന് വെച്ചാൽ 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ നമ്മുടെ രാജ്യം ഭാരതമായിരുന്നു. സ്വാതന്ത്ര്യം തരാൻ വേണ്ടുന്ന അവസരം ഉണ്ടായപ്പോ ബ്രിട്ടീഷുകാരെ, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരെ പറഞ്ഞു ഇത് ഭാരതമായി നിൽക്കണ്ട, ഇന്ത്യയും ആകണം പാകിസ്ഥാനും ആകണം. ഇന്ത്യയും പാകിസ്ഥാനുമായി രണ്ടാക്കണം. നെഹ്റുവിനും ഇന്ത്യ ആയാൽ കൊള്ളാവുന്നൊരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു. എന്താ? പ്രധാനമന്ത്രി ആയാലോ. അപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ നേതാവ് മുഹമ്മദ് അലി ജിന്ന. ആ മുഹമ്മദ് അലി ജിന്നയ്ക്കും പാകിസ്ഥാൻ വന്നോട്ടെ, എനിക്ക് ഭരിക്കാലോ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട,
എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഒരേ ഒരു നേതാവ് ആരാ? മഹാത്മാഗാന്ധിജി മാത്രമായിരുന്നു. മഹാത്മാഗാന്ധിജി പറഞ്ഞു, ഇതിനെ വെട്ടിമുറിക്കരുത്, അത് ശരിയല്ല, ഇതൊരു രാജ്യം, ഒരമ്മ പെറ്റ മക്കളെ പോലെ നമ്മൾ കഴിഞ്ഞിരുന്നതാണ്, അതുകൊണ്ട് ഇതിനെ വെട്ടിമുറിക്കരുത് എന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവ് ആര് മാത്രമാണ്? മഹാത്മാഗാന്ധിജിയാണ്. എങ്കിലും വെട്ടിമുറിക്കാൻ തീരുമാനിച്ചു. മൗണ്ട് ബാറ്റൻ പ്രഭു ഉണ്ട്, അയാളുടെ കെട്ടിയോളുണ്ട്, നെഹ്റു ഉണ്ട്, ഇപ്പുറത്ത് സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്, മുഹമ്മദ് അലി ജിന്നയുണ്ട്, അന്നത്തെ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരും അതുപോലെ ഗാന്ധിജിയും കൂടി ഇരുന്ന് ബ്രിട്ടീഷുകാരുമായി ചർച്ച ചെയ്യണം. അപ്പോൾ രണ്ടായി മുറിക്കാൻ തീരുമാനിച്ചു. അപ്പൊ മുറിക്കുമ്പോ ഡൽഹി എവിടെ പോവും? ഇന്ത്യയുടെ ഭാരതത്തിന്റെ തലസ്ഥാനമാണല്ലോ അന്ന് ഡൽഹി. ഈ ഡൽഹി എന്ന് പറയുന്ന പ്രദേശം എവിടെ പോകും? ഇന്ത്യക്ക് പോകുമോ പാകിസ്ഥാന് പോകുമോ? അപ്പൊ സ്വാഭാവികമായി ആളുകൾ പറഞ്ഞു, അത് ഇന്ത്യക്കല്ലേ വരൂ. അപ്പൊ അത് ഇന്ത്യക്ക് തന്നെ. അപ്പോ ജിന്ന സാഹിബ് പറഞ്ഞു, അപ്പൊ അതെല്ലാം ഇന്ത്യക്ക് വന്നാൽ ഇപ്പുറത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന അതിന്റെ തലസ്ഥാനമായിരുന്ന കറാച്ചിയിലൊന്നും ഇല്ല, ഒരു കെട്ടിടം പോലും ഇല്ല, ഒരു ഓഫീസ് പോലും ഇല്ല. അപ്പൊ അവിടെ പാകിസ്ഥാൻ എന്ത് വേണം? ഒരു തലസ്ഥാനം ഉണ്ടാക്കണ്ടേ? അതിന് ഞങ്ങളിൽ പൈസ ഉണ്ടോ? ഞങ്ങളിൽ പൈസ ഇല്ലല്ലോ. അപ്പോ ഒന്നായിരുന്ന രാഷ്ട്രത്തെ രണ്ടാക്കുമ്പോ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രം വരുമ്പോ ആ പുതിയ രാഷ്ട്രത്തിന് മന്ദിരങ്ങളും ബംഗ്ലാവുകളും പാർലമെന്റ് മന്ദിരവും എല്ലാം ഉണ്ടാക്കാൻ ഞങ്ങളിൽ പൈസയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ കുറച്ച് നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തരണം. ആര് കൊടുക്കണം? ഇന്ത്യ ഗവൺമെന്റ് കുറച്ച് പണം ആർക്ക് കൊടുക്കണം? പാകിസ്ഥാന് കൊടുക്കാം. എത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? അപ്പൊ ജിന്ന സാഹിബ് പറഞ്ഞു, ഒരു 200-250 കോടി. അവസാനം വില പേശി 55 കോടി രൂപ ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാന് കൊടുക്കാന്ന് നെഹ്റുവിന്റെ സാന്നിധ്യത്തിൽ സമ്മതിച്ചു. പിരിഞ്ഞു പോയി. സ്വാതന്ത്ര്യം കിട്ടി. 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി പാകിസ്ഥാനും ആദ്യം അവർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. 15-ാം തീയതി ഇന്ത്യക്കും സ്വാതന്ത്ര്യം കിട്ടി. എന്നിട്ടും പൈസ കൊടുക്കുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻകാരൻ വിളിക്കുമ്പോൾ പൈസ ഇട്ടിട്ട് വരട്ടെ തുടങ്ങിയില്ലേ ഉള്ളൂ. അങ്ങനെ പൈസ ചോദിച്ചു പോയി. അവസാനം 1948 ജനുവരി മാസം 16-ാം തീയതി ആയപ്പോ ഗാന്ധിജി പറഞ്ഞു, ഇനി ഇത് സഹിക്കാൻ പറ്റില്ല, പാകിസ്ഥാന് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ നിങ്ങൾ മര്യാദയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഞാനിതാ നിരാഹാര സമരം ആരംഭിക്കാൻ പോകുന്നു. ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചു. എന്താ മുദ്രാവാക്യം? എന്താ ആവശ്യം? ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാൻ ഗവൺമെന്റിന് കൊടുക്കണമെന്ന് പറഞ്ഞ പൈസ കൊടുക്കണം. 16-ാം തീയതി നിരാഹാരം തുടങ്ങി. 4-5 ദിവസം പോയി. അവിടെ ഒത്തുതീർപ്പിന് ഗാന്ധിജി വളരെ അവശനാണ്. തട്ടിപ്പോയ സംഗതി കുഴപ്പമാണ്. ഇവര് തട്ടിപ്പോകുമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവസാനം അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ചർച്ച നടത്തി. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അവശനായി കിടന്ന ഗാന്ധിജി ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ചർച്ച നടത്തിയെന്ന് അറിയിക്കാൻ വേണ്ടി വന്ന സഖാവല്ലല്ലോ അദ്ദേഹത്തിന്റെ ഏജന്റിനോട് ചോദിച്ചു, എന്തായി ചർച്ച? തീരുമാനമായി. എല്ലാവരും പങ്കെടുത്തോ? ഇല്ല, 2 കൂട്ടര് വന്നില്ല. അതാരെ 2 കൂട്ടര്? RSSും വന്നില്ല, ഹിന്ദു മഹാസഭയും വന്നില്ല. അങ്ങനെയാണല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, പൈസ അടക്കം ചോദിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിജി ഡൽഹിയിൽ നിരാഹാരം തുടങ്ങിയതിന്റെ വാശി എന്താ? ഇയാളെ ഇനി ജീവിക്കാൻ അനുവദിച്ചുകൂടെ, കൊന്നുകളയണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1948 ജനുവരി മാസം 30-ാം തീയതി മഹാത്മാഗാന്ധിജിയെ വകവരുത്തിയത്. 48 എന്നത് ഇപ്പൊ 2025ആയി. ആ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞതാ 11ാമത്തെ വർഷം അല്ലേ? അതിനുമ്പ് വാജ്പേയി ഭരിച്ചു. അപ്പൊ ഇവര് നിരവധി പ്രാവശ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു. അപ്പൊ ഇവരുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ ഈ രാജ്യത്തിലെ മതനിരപേക്ഷ സമീപനം ഇല്ലാതാവും. അവർക്ക് 3 ശത്രുക്കളേ ഉള്ളൂ. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ട്, മാർക്സിസ്റ്റുകാർ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. ക്രിസ്ത്യാനിക്ക് ബൈബിളുണ്ട്, മുസൽമാന് ഖുറാനുണ്ട്. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഓരോ മതസ്ഥർക്കും ഉള്ളതുപോലെ അവർക്ക് അവരുടേതാവുന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ വിചാരധാര. അവരുടെ ബൈബിള്, അവരുടെ മഹാഭാരതം, അവരുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അവരുടെ പുസ്തകം വിചാരധാര.
ആ വിചാരധാരയിൽ അവർ ഖണ്ഡിതമായി എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് 3 ശത്രുക്കളേ ഉള്ളൂ. 3 ആഭ്യന്തര ശത്രുക്കളുണ്ട്. ആരൊക്കെയാ അത്? 1 മുസൽമാൻ, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ രാജ്യത്തിലെ ഹിന്ദു ചെറുപ്പക്കാർ നിരവധി ആളുകൾ പങ്കെടുക്കുകയും രക്തസാക്ഷിയാവുകയും ചെയ്തു വന്നപ്പോ RSSന്റെ നേതാവ് അന്ന് കുറിപ്പെഴുതി. എന്താ കുറിപ്പെഴുതിയത്? ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന യുവജനങ്ങൾ ആവശ്യമില്ലാതെ ഈയാമ്പാറ്റകളെ പോലെ ചെന്ന് ചാടിച്ചാകരുത്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശക്തി സംഭരിച്ചു വെക്കണം. ആർക്ക് വേണ്ടി? ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്യാനല്ല, പിന്നെയോ ഈ രാജ്യത്തിലെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരായി സമരം ചെയ്യാൻ. ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾ അവന്റെ ശക്തി സംഭരിച്ചു വെക്കണം എന്നാണ് RSSകാരൻ പറഞ്ഞത്, എന്റെ നേതാവ് പറഞ്ഞു. അപ്പോ RSSകാരൻ ശത്രുവായി കാണേണ്ടത് ആരെ? ബ്രിട്ടീഷുകാരെ അല്ല, അവനെതിരായിട്ടല്ലേ സമരം ചെയ്യണ്ടേ. അവൻ ശത്രുവായി കാണേണ്ടത് ഈ രാജ്യത്തിലെ ആഭ്യന്തര ശത്രുക്കളെയാണ്, മുസൽമാനെയാണ്, ക്രിസ്ത്യാനിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനെയാണ്. ആ പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇന്നിപ്പോ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഈ രാഷ്ട്രത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ പോവുകയാണ്. കണ്ടില്ലേ, ഡൽഹിയിൽ മുസ്ലിങ്ങളുടെ കടയും വീടും ഇടിച്ചു നിരത്തിയ. എന്തിനാ ഇടിച്ചു നിരത്തുന്നത്? അവര് ആഭ്യന്തര ശത്രുവാണ്. സുപ്രീം കോടതി 2 പ്രാവശ്യം പറഞ്ഞു തൊട്ടുപോകരുത്, ആ മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പൊ അവിടെ ഭരിക്കുന്ന BJP-ക്കാരെ പറഞ്ഞു, ഏയ് അവരെല്ലാം കലാപകാരികളാണ്, കുറ്റവാളികളാണ്. എന്ത് കുറ്റം? അത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്ത് കേസ്? ഒരു കേസും ഇല്ല. RSSകാരൻ പറഞ്ഞു, BJP-ക്കാരൻ പറഞ്ഞതിന്റെ ഭാഗമായി ആ മുസൽമാന്റെ പേരിൽ കള്ളക്കേസ് എടുത്തിട്ടുണ്ട്. കള്ളക്കേസെടുത്താൽ കുറ്റവാളിയാവൂല. അത് കോടതി കേസെല്ലാം നടത്തി കുറ്റവാളിയാന്ന് കണ്ടാൽ ശിക്ഷ നടത്തുമ്പോഴേ കുറ്റവാളിയാവൂ. അപ്പൊ കോടതി പറഞ്ഞു, കുറ്റവാളിയാകുന്നത് വരെ മുസ്ലിം സഹോദരങ്ങളുടെ വീടും കടയും ഇടിച്ചു നിരത്താൻ പറ്റില്ല. 1 അല്ല 2 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ മുസ്ലിങ്ങളുടെ വീടും കടയും ഇടിച്ചു നിരത്തുന്ന ഇന്ത്യയിലെ ഭരണാധികാരികൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവം ഏതാ? 1.5 കോടി ആളുകൾ മുങ്ങി എണീറ്റ കുംഭമേളയ്ക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ്. ഈ ഭരണത്തിൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടുമോ? പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇങ്ങനെ കുറേശ്ശെ പറ്റോണ്ടിരിക്കുമ്പോഴാണ് അതിലെ ഒരു വിഭാഗം പറഞ്ഞു, ഞങ്ങൾക്ക് വേറൊരു രാജ്യം വേണം, ബംഗ്ലാദേശ് ഉണ്ടാക്കി. ഇപ്പൊ ആ ബംഗ്ലാദേശിലെ പ്രസിഡന്റ് എന്ന മുജീബ് റഹ്മാന്റെ മകള് ഹസീന ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ജീവനും കൊണ്ട് ഓടി എവിടെ വന്നിരിക്കുക? രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്ന് നിൽക്കുകയാണ്. ഏതെല്ലാം രാഷ്ട്രങ്ങൾ ഏതെങ്കിലും മതത്തിന്റെ പേരിൽ അവര് ഭരണാധികാരികളായി വന്നിട്ടുണ്ടോ? അത് ഹിന്ദു മാത്രമല്ല ഞാൻ പറയുന്നേ, മുസൽമാൻ അടക്കം. പാകിസ്ഥാനിൽ സ്വസ്ഥതയുണ്ടോ? ജനാധിപത്യം ഉണ്ടോ? ബംഗ്ലാദേശിൽ ജനാധിപത്യം ഉണ്ടോ? ഇതാ കാണുന്നില്ലേ, ഇസ്രായേലും അതുപോലെ പലസ്തീനും ഗാസയും ഒക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇതെല്ലാം എന്താ? മതത്തിന്റെ പേരിൽ ഭരണം നടത്തുന്ന രാഷ്ട്രങ്ങളല്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു രാജ്യം മതത്തിന്റെ പേരിലാണ് ഭരണം നടത്തുന്നതെങ്കിൽ ആ രാജ്യം രക്ഷപ്പെട്ടുകൊള്ളുമെന്ന് കരുതിയാൽ ആ രാജ്യം ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. മറിച്ച് എല്ലാ ജനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, ജനാധിപത്യം സ്ഥാപിച്ചുകൊണ്ട്, മതനിരപേക്ഷത സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞാലേ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാവൂ. അതിനുവേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം വൈരവും പിള്ള കൊടി പിടിച്ച് നടന്ന ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയും ഇല്ല ഇവിടെ. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഞാൻ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയങ്ങളൊന്നും പറയുന്നില്ല, ഒരു കാര്യവും പറയുന്നില്ല. കേരളം അവർക്ക് ഒറ്റ അജണ്ടയുള്ളൂ. ഇപ്പോ അതുകൂടെ പറഞ്ഞു നിർത്താം. എന്താ അജണ്ട? എങ്ങനെ ഇതിനെ താർക്കണം? ഏതിനെ? കേരളത്തിലെ LDF-നെ താർക്കണം. കേരളത്തിന് LDF-നെ താർക്കുക എന്നല്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ താർക്കണം. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2008 മുതൽ ഈ രാജ്യത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കോർപ്പറേറ്റിന്റെ പണം പറ്റിക്കൊണ്ട് ഈ രാജ്യത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2008 മുതൽ. 2008ന്റെ പ്രത്യേകത എന്താ? 2004 ഒന്നാമത് UPA ഗവൺമെന്റ്, ഈയിടെ അന്തരിച്ച മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വന്നത്. ആ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വരുമ്പോ ഇന്നിപ്പോ സിറ്റിയിലും തൊഴിലുറപ്പ് വന്നു അല്ലേ? ഇല്ലേ? തൊഴിലുറപ്പ് കോർപ്പറേഷനിൽ ചെയ്തു തുടങ്ങിയോ?
തുടങ്ങിയില്ല. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ കുറച്ചു തുടങ്ങി. അത് പഞ്ചായത്തുകൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയുള്ള നിയമം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളുടെ ശക്തമായ സമ്മർദ്ദത്തിനെ തുടർന്ന് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. ഇപ്പൊ യെച്ചൂരി മരിച്ചല്ലോ. യെച്ചൂരി മരിച്ചപ്പോൾ പത്രങ്ങളും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളും പറഞ്ഞില്ലേ, ഈ തൊഴിലുറപ്പ് നിയമം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ആരാണ്? സീതാറാം യെച്ചൂരിയാണ്. ഇന്ന് വില്ലേജ് ഓഫീസിൽ പോയാൽ കൈക്കൂലി വാങ്ങിക്കുകയാണ്, സർട്ടിഫിക്കറ്റ് തരുന്നില്ല. ഒരു മാസം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിലോ 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു വിവരാവകാശം അനുസരിച്ചൊരു പേപ്പർ കൊടുത്താൽ അവൻ മറുപടി തരണം, അല്ലേ? വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നത് യെച്ചൂരി മുൻകൈ എടുത്തിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടി മുൻകൈ എടുത്തിട്ടാണ് വനാവകാശ നിയമം. ഇന്നലെ പിണറായി വിജയന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് അതിൽ വീണ്ടും കർക്കശമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് പിണറായി പറഞ്ഞത്, ആ വനാവകാശ നിയമം കൊണ്ടുവന്നത് നമ്മുടെ മുൻകൈയോടുകൂടിയാണ്. ഇങ്ങനെ 2004 ഒന്നാമത് UPA ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ആ ഗവൺമെന്റിനെ വിട്ട് നമ്മുടെ പാർട്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു വരികയും ചെയ്തു. 2008 ആയപ്പോ മൻമോഹൻ സിംഗും കോൺഗ്രസും കൂടെ ഈ രാജ്യത്തിന്റെ അധികാരത്തെ അമേരിക്കയുടെ കാൽക്കൽ പണയം വെക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടു. എന്താ അത്? ആണവ കരാർ. ആണവ റിയാക്ടർ എന്നൊക്കെ പറയുന്ന സൂത്രം നമുക്കിതൊന്നും അറിയില്ല. അന്ന് ആണവ റിയാക്ടർ എന്ന് പറയുന്ന വലിയ ആയുധം ഒന്നിന്റെ വില എത്രയാണെന്നറിയോ? 12,000 കോടി രൂപ. അന്ന് 2008 ഒരു ആണവ റിയാക്ടറിന്റെ വില എന്ന് പറഞ്ഞാൽ 12,000 കോടി രൂപ. അമേരിക്കക്കാർ ഉണ്ടാക്കി ഡംപ് ചെയ്തിട്ടിരിക്കുകയാണ്, ചെലവാകുന്നില്ല. ആ ആണവ റിയാക്ടർ അമേരിക്കക്കാരന് വിൽക്കണം. അതിനോ ഇന്ത്യ ഗവൺമെന്റുമായി ആണവ കരാർ ഉണ്ടാക്കി. ആണവ കരാർ ഉണ്ടാക്കിയപ്പോ നമ്മുടെ പാർട്ടി പറഞ്ഞു അത് ശരിയാവില്ല. നമ്മൾ ഈ പറഞ്ഞതൊക്കെ പാർട്ടി നേതാക്കന്മാർ പറയുന്നില്ലേ? ആണവ കരാർ ഉണ്ടാക്കാൻ വേണ്ടി അവർ രംഗത്ത് വന്നപ്പോൾ നമ്മുടെ പാർട്ടി പറഞ്ഞു ഈ ആണവ കരാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ പണയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ്. അന്നാണ് നമ്മുടെ പാർട്ടി മൻമോഹൻ സിംഗിന് കൊടുത്തിരുന്ന പിന്തുണ പിൻവലിക്കുകയും നമ്മൾ പോയെങ്കിലും അവർ ഭരിച്ചു. പുറത്തിരുന്ന 1-2 രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടുപിടിച്ച് മൻമോഹൻ സിംഗ് ഭൂരിപക്ഷം ഉറപ്പിച്ച് മുന്നോട്ട് പോയി. അന്ന് അവൻ ചെവിയിലൊന്നുകൂടി. 2008 എന്താ ചെവിയിലൊന്നുള്ളിയത്? എന്ത് വില കൊടുത്തും ഏത് തരത്തിലും ആരെ തകർക്കണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ തകർക്കണം. അന്ന് തുടങ്ങി നമ്മൾക്ക് നേർക്കുള്ള അടി. ആദ്യം അടിച്ചത് ഇവിടെ പശ്ചിമ ബംഗാളിൽ തകർത്ത് കളഞ്ഞു, അല്ലേ? പിന്നെ ത്രിപുരയെ തകർത്തില്ലേ? ഇനി നിലനിൽക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് ഏതാ? കേരളമാണ്. 2016 മുതൽ തുടർച്ചയായി നമ്മൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടല്ലല്ലോ. 57 വന്നു, 67 വന്നു, 80 വന്നു, 87 വന്നു, 96 വന്നു, 2006 വന്നു. ഇതാ അത് കഴിഞ്ഞ് 2016 മുതൽ നമ്മൾ ഭരിക്കുകയാണ്. ഭരണം മോശമാണ് ആരെങ്കിലും പറയൂ? കഴിഞ്ഞ 2016 മുതൽ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം കേരളത്തിന് ദോഷമാണ് എന്ന് ആരെങ്കിലും പറയോ? കുരുടന്മാർക്കേ പറയാൻ പറ്റൂ. അങ്ങനെ പറഞ്ഞൂടെ? ഇപ്പോ എങ്കിലും അറിയാതെ വന്നുപോയതാണ്. കണ്ണ് കാണുന്നവർക്ക്, കണ്ണ് കാണാൻ കഴിയുന്ന ആർക്കെങ്കിലും ഈ ഭരണത്തിനെതിരായി എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? എന്ത് മാറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? റോഡിയൽ പാറശാല മുതൽ കാസർഗോഡ് വരെ റോഡിയൽ 6 വരി പാത ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയല്ലേ? 20 മിനിറ്റ് കൊണ്ടാണ് നെയ്യാറ്റിൻകരയിൽ ഞാനിവിടെ എത്തിയത്. ബാലരാമപുരം വരെ ഒരു ചെറിയൊരു തടസ്സം. ബാലരാമപുരത്ത് കയറിയാൽ ഇവിടെ എത്താൻ 10 മിനിറ്റ് തികച്ചു വേണ്ട. ബാലരാമപുരത്തുനിന്ന് കളീക്കവളയുള്ള റോഡിനും വേണ്ടിയുള്ള പൈസയെല്ലാം ആറാലുമൂട് ചന്തവരെയുള്ള പൈസയെല്ലാം കൊടുത്തു. കടകളൊക്കെ ഇടിച്ചു തുടങ്ങി. അപ്പൊ റോഡുകൾ ഇങ്ങനെ മാറുകയല്ലേ? തൊഴിലോ? ഇപ്പൊ PSCയിൽ ഒരു ഉത്സവമാണെന്ന്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പലപ്പോഴും സമരം ചെയ്യുന്നതാരാ? സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പലപ്പോഴും സമരരംഗത്ത് വരുന്നത് PSC റാങ്ക് ഹോൾഡേഴ്സ് ആണ്. പണ്ട് അതില്ലല്ലോ. ഇപ്പൊ 2016 മുതൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നു. 1000 പോലീസിനെ എടുക്കണം. എത്ര ലിസ്റ്റ് ഇടും? എംപ്ലോയ്മെന്റ് ഇന്ന് ഒരാളെ പഞ്ചായത്ത് ഓഫീസിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിൽ അല്ലെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ സ്വീപ്പറായി ഒരാളെ വേണം. അവരെത്ര പേരെ വിളിക്കും?
ഒരാളെ വേണ്ടി അല്ലേ? എത്ര പേർക്ക് കാർഡ് അയക്കും? 20 പേർക്ക് കാർഡ് അയക്കും. ആ 20 പേരും ശുപാർശയായി വരികയാണ്. ഒരാൾ മതി, പക്ഷെ എംപ്ലോയ്മെന്റിൽ നിന്ന് 20 പേർക്ക് അയക്കുകയാണ്. അപ്പൊ 1000 പോലീസിനെ എടുക്കും. അപ്പൊ ലിസ്റ്റ് എത്ര ഇടും? ലിസ്റ്റ് 5000 ഇടും. അപ്പൊ എടുക്കാൻ പറ്റുന്നത് 1000 എന്ന് ആർക്കറിയാം? ലിസ്റ്റ് തയ്യാറാക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിനും അറിയാം, PSCക്കും അറിയാം. പക്ഷേ 1000-ന് 1000 തന്നെ ഇട്ടാലോ? ഇതിൽ വേറെ ഏതെങ്കിലും ജോലിക്കും അത് കുറച്ച് കൂടുതലിടും. പണ്ടും ഇതൊക്കെ ഇങ്ങനെ തന്നെ. ഇപ്പൊ പിണറായി വിജയൻ വന്നാക്കിയതല്ല. അപ്പൊ അങ്ങനെ 5000 ആളിന്റെ ലിസ്റ്റ് ഇടുകയും 1000 ആൾ എടുക്കുകയും ചെയ്യുമ്പോൾ ബാക്കി എത്ര പേർക്ക് ജോലി കിട്ടുന്നില്ല? ഒരു 3000-3500 പേർക്ക് ജോലി കിട്ടുന്നില്ല. അവനെ കുത്തികളൊക്കെ ഇവിടെയാണ്. കണ്ടോടാ, നിന്റെ പേര് ലിസ്റ്റിൽ വന്നില്ലേ? അവന് കിട്ടിയില്ലേ? എവന് കിട്ടിയില്ലേ? അപ്പുറത്തെ പയ്യന് കിട്ടിയില്ലേ? നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. ഇങ്ങനെ നടന്നിട്ട് വലിയ കാര്യമുണ്ടോ? ഇത് പിണറായി വിജയന്റെ കുഴപ്പമല്ലേ? അതുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നേ സമരം. ആളെ എടുക്കാതിരുന്നാലോ? PSC ടെസ്റ്റ് നടത്താതിരിക്കുക, റാങ്ക് ലിസ്റ്റ് ഇടാതിരിക്കുക, എങ്കിൽ പിന്നെ സമരത്തിന്റെ കാര്യമേ ഇല്ലല്ലോ. അപ്പൊ ഇപ്പോ നിരന്തരം PSC ടെസ്റ്റ് നടത്തുകയും റാങ്ക് ലിസ്റ്റ് ഇടുകയും നിയമനം നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് ആ രംഗത്ത് വരികയല്ലേ? എത്ര പേരെയാണ് നിയമിക്കുന്നത് നമ്മള്? ഒരു വർഷം ഇപ്പൊ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 1.5 ലക്ഷം ആളുകളെയാണ് PSC മുഖാന്തരം കേരളത്തിൽ LDFന്റെ ഗവൺമെന്റ് നിയമനം നടത്തി. 1.5 ലക്ഷം ആളുകൾക്ക്. മോശപ്പെട്ട കാര്യമൊന്നുമില്ലത്. അവിടെ UP എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, BJPക്കാരെ ഭരിക്കുന്നത്, യോഗി ആദിത്യനാഥ് ഭരിക്കുന്നത്. ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 3.5 കോടി, അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 22 കോടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ്. ഇന്ത്യയിലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഉള്ള ജനസംഖ്യയെക്കാളും കൂടുതൽ ജനസംഖ്യ എവിടെയുണ്ട്? ഇന്ത്യക്കകത്ത് UP എന്ന് പറയുന്ന സ്റ്റേറ്റിലുണ്ട്. അവിടെ PSC വഴി എടുക്കുന്നത് 3500 ആളെ. അവിടെ PSC ഇല്ല, ലിസ്റ്റും ഇല്ല, ഒന്നുമില്ലാന്ന്. സവർണ വിഭാഗത്തിൽപ്പെടുന്ന കുറെ ആളുകൾ മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് പോണത്. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ 5ാം ക്ലാസ് കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിന് പോകാത്ത, സ്കൂളിൽ ചേരാത്ത ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടോ? ഇപ്പൊ കോളനി എന്ന് നമ്മൾ പറയില്ലല്ലോ, സങ്കേതങ്ങൾ എന്നല്ലേ പറയുന്നേ. പാവപ്പെട്ടവൻ വസിക്കുന്ന ഏതെങ്കിലും സങ്കേതങ്ങളിൽ സ്കൂളുകളിൽ ചേരാത്ത ഏതെങ്കിലും മക്കളുണ്ടോ? എല്ലാവരും ചേരുകയല്ലേ? എല്ലാവരും 10ാം ക്ലാസ് നന്നായി ജയിക്കുകയല്ലേ? +2-ന് പോവുകയല്ലേ? എൻട്രൻസിൽ എഴുതുകയല്ലേ? ഡോക്ടർ ആവുന്നില്ലേ? എഞ്ചിനീയർ ആവുന്നില്ലേ? കളക്ടർ ആവുന്നില്ലേ? എത്രയോ കളക്ടർമാരുടെ പേര് എനിക്ക് പറയാൻ കഴിയും. ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ആ പ്രത്യേകത നമ്മൾ കൈവരിച്ചത് PSC എന്ന് പറയുന്ന സ്ഥാപനത്തെ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് പരമാവധി ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയാണ് നമ്മൾ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് മേഖലയാണ് നമ്മൾ മോശം? എല്ലാ മേഖലയിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോവുകയല്ലേ? പിന്നെ ഇച്ചിരി പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. പൈസയുടെ ബുദ്ധിമുട്ടും തീരാൻ പോവുകയാണ്. NK പ്രേമേന്ദ്രൻ അറിഞ്ഞൂടെ? NK പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നണിയാണോ? NK പ്രേമേന്ദ്രൻ RSP UDF ആണ് അല്ലേ? അയാൾ ഇന്ന് മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. സിംഗപ്പൂര് പോലെ ലോകത്തിലെ ഏറ്റവും സുഖപ്രദമായ ആഡംബരമായ ഒരു രാജ്യമാണ് ഏത്? സിംഗപ്പൂര് പോലെ. സിംഗപ്പൂരും മലേഷ്യയും കാണാനാണ് ഇവിടുത്തെ ആളുകൾ പോണേ. ഫ്ലൈറ്റ് ഉണ്ട്, ടൂർ പാക്കേജ് ഉണ്ട് സിംഗപ്പൂരിലേക്ക്. സിംഗപ്പൂര് പോലെ കേരളം മാറുകയാണ്. ഏതിന്റെ ഭാഗമായി? വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമായി. പോയി കണ്ടോ? ആ കാണാനില്ലെങ്കിൽ കപ്പൽ വരുമ്പോഴൊക്കെ പോണം. വലിയ വലിയ പൊണ്ണം കപ്പലുകൾ വരികയാണ്. അതൊക്കെ നമുക്ക് ആയുസിൽ കാണാൻ പറ്റില്ലായിരുന്നു. അത് മുഴുവൻ വിഴിഞ്ഞത്ത് വരികയാണ്. ഒരു വർഷം കൂടെ കഴിയുമ്പോ കോടിക്കണക്കിന് രൂപ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമായി ആർക്ക് ലഭിക്കും? കേരളത്തിന് ലഭിക്കും. അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ തീരും. നരേന്ദ്രമോദിയും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റുകളും എത്ര തന്നെ നമ്മളെ ഞെരിച്ചു കൊല്ലാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയാലും നമ്മൾ മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട്, നമ്മുടെ വിഭവം സമാഹരിച്ചുകൊണ്ട്, നമുക്ക് വേണ്ടിയുള്ള പണം സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തുകയാണ്. ഇപ്പൊ ക്ഷേമ പെൻഷന് കഴിഞ്ഞ വർഷത്തെ 4 മാസം കടമുണ്ടല്ലേ? അത് തരും. 3 മാസത്തെ ഇപ്പൊ മാസം തോറും കൊടുക്കുകയാണ്. അത് മറന്നിട്ടല്ല പോണത്. അപ്പോഴെപ്പോഴായി പിണറായി വിജയൻ പറയും, ഇന്നലെ പത്രസമ്മേളനത്തിലും ചോദിച്ചില്ല 3 മാസം അനന്ത കൊടുക്കാലോ.
അതിനു വേണ്ടിയുള്ള പൈസ അടക്കം നമ്മൾ ഉണ്ടാക്കിയല്ലേ? ഒരു മാസം 900 കോടി രൂപ വേണം. എവിടുന്ന് കിട്ടുന്നേ? ഞാൻ ഇപ്പൊ പാറശാലെന്നോ നെയ്യാറ്റിങ്കരെന്നോ ആണ് വന്നത്. വരുമ്പോ നേരത്തെയാണ് അമരവിള വരുമ്പോ അരമണിക്കൂർ കിടക്കും ചെക്ക് പോസ്റ്റ്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റ് എല്ലാം പോയി. നീതിപ്പണം നരേന്ദ്രമോദി പിരിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പിരിച്ചുകൊണ്ട് പോകുന്ന നീതിപ്പണത്തിന്റെ 42% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്ന് 10ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞതാണ്. എല്ലാവർക്കും അത് മനസ്സിലാവില്ലെങ്കിലും മനസ്സിലാവുന്നവർക്ക് വേണ്ടി ഞാൻ പറയുക. കേന്ദ്ര ഗവൺമെന്റ് നിയോഗിക്കുന്ന ഒരു കമ്മീഷനാണ് ധനകാര്യ കമ്മീഷൻ. 10ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടെ പിരിച്ചെടുക്കുന്ന പണത്തിന്റെ 42% ആർക്ക് കൊടുക്കണം? സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. അന്ന് ഇന്ത്യയിലെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പറഞ്ഞു, 42 പോരാ, 50 തികച്ചു കിട്ടണം. 50 തികച്ചു കിട്ടണം. ആര് പറയുന്നത്? ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി. ഇത് ഏത് കമ്മീഷന്റെ കഥയാണ് ഞാൻ പറയുന്നത്? 10ാം ധനകാര്യ കമ്മീഷൻ. ഇപ്പൊ എത്രയായെന്നറിയോ? 16ാം ധനകാര്യ കമ്മീഷനായി. അപ്പൊ അത് കഴിഞ്ഞ കഷ്ടകാലം എന്നാണ് ഞാൻ പറയുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോ അയാളുടെ വരുമാനം കൂട്ടാൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ വരുമാനം കൂട്ടാൻ ആദ്യം ചെയ്ത പണി 10ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് 42% കൊടുക്കണമെന്ന് പറഞ്ഞത് 41 ആക്കി. 1% വെട്ടിക്കുറച്ചു. 1% വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 10,000 കോടി രൂപയാണ് കുറയുന്നത്. അപ്പൊ ഇതെല്ലാം ആരെ ഉന്നം വെച്ചുകൊണ്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നേ? നമ്മളെ ഉന്നം വെച്ചുകൊണ്ട്. ചാല മാർക്കറ്റിൽ വരുന്ന കൊല, ഏത്തം കൊല എവിടുന്ന് വരുന്നേ? കുറെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്, തീരെ ഇല്ലാതൊന്നുമില്ല. കാർഷിക മേഖലയിൽ നമ്മൾ പച്ചപിടിച്ചു വരികയാണ്. ചാല മാർക്കറ്റിൽ വരുന്ന കൊലയായാലും പച്ചക്കറി ആയാലും അതിൽ പകുതിയോളം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കാർഷിക മേഖലയിൽ തമിഴ്നാട്ടിൽ നല്ല വരുമാനമുണ്ട്. നമുക്കോ 100 രൂപ വന്നാൽ 14 രൂപ മാത്രമേ കാർഷിക മേഖലയിൽ നിന്ന് വരുന്നുള്ളൂ. വ്യവസായ മേഖലയോ? നഷ്ടത്തിൽ കിടന്നിരുന്ന എല്ലാ വ്യവസായ സ്ഥാപനങ്ങൾ LDFന്റെ ഗവൺമെന്റ് മുന്നിലാക്കി. 2016 ഒന്നാമത്തെ നമ്മുടെ LDFന്റെ ഗവൺമെന്റ് വരുമ്പോ 28 സ്റ്റേറ്റ് വിദ്യാഭ്യാസത്തിൽ ഒന്നാമത്, ആരോഗ്യത്തിൽ ഒന്നാമത്, ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ ഒന്നാമത്, ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒന്നാമത്, വ്യവസായത്തിന്റെ കാര്യത്തിൽ 28ാമത്. ഉള്ളതുപോലെ പറയണ്ടേ? ഇപ്പൊ രാജീവ് ആരുടെ മന്ത്രിയുടെ മഹത്വവും കുറവും എന്നല്ല പറയുന്നേ. നമ്മുടെ ശ്രമകരമായ ഇടപെടലിന്റെ ഭാഗമായി വ്യവസായ മേഖല ഇന്നിപ്പോ ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന സ്റ്റേറ്റ് കേരളമായി മാറി. നമ്മൾ അറിയാതെ ഒരുപാട് മാറ്റം നടക്കുകയാണെന്ന്. നമ്മൾ ഈ ചാലയ്ക്കകത്ത് നെയ്യാറ്റിൻകരയിൽ മേട്ടുക്കടയിൽ ഇരിക്കുന്ന നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. പത്രത്തിലൂടെ അറിയുന്നത് മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ വീട്ടിലെ ചെറുപ്പക്കാർ IT പഠിച്ച ആളുകൾ, കമ്പ്യൂട്ടർ പഠിച്ച ആളുകൾ ഇങ്ങനെ പല കമ്പനികളിലുമായി പോവുകയല്ലേ. DYFI സഹാക്കളുണ്ടല്ലോ, ഞങ്ങളും വരാതെ പഴയതുപോലൊന്നും ആള് വരുന്നില്ല. ആള് വരാത്തെന്ത്? എന്താ ആള് വരാത്തെ? എന്റെ വീട്ടിൽ ഞാനും എന്റെ സഹോദരങ്ങളും കൂടെ ചേരുമ്പോ 6 എണ്ണം ഉണ്ട്. 6 എണ്ണം. ഈ 6 എണ്ണം ഒരുമിച്ച് ഇറങ്ങി ആദ്യം ഒരു യൂണിറ്റ് ആയി. ഇപ്പൊ എന്റെ വീട്ടിലോ ആരുമില്ല. അല്ലേ, ഒന്നേ ഉള്ളൂ അല്ലേ? ഇപ്പൊ നമുക്ക് മക്കൾ എത്ര? 1 ഉള്ളൂ. ഏറുകൾ 2 ഉള്ളൂ. ആ 1-നെയും 2-നെയും തുറന്നു വിടുന്നുണ്ടോ റോഡിലോട്ട്? പൂട്ടിയിട്ട് വളർത്തേയില്ലേ? നീ നന്നായി പഠിച്ചു വാ എന്ന് പറഞ്ഞ് വളർത്തേയില്ലേ? പണ്ടങ്ങനെയില്ല. 6 എണ്ണത്തിൽ 2 എണ്ണം വീട്ടിൽ കയറാറുണ്ട്. അത്രയായി. കിടക്കാൻ ഇടമില്ല. 6 കൂടെ ഒരുമിച്ച് വന്നാൽ കിടക്കാൻ പറ്റില്ല. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇന്ന് നേരം വെളുപ്പിച്ചിട്ടാണ് രാവിലെ വന്ന് കുളിച്ചിട്ട് കോളേജിൽ പോണത്. 6 കൂടെ വീട്ടിൽ ഒരുമിച്ച് വന്ന് കിടക്കാൻ ഇടമില്ല. എന്ന് ഒരു ചായ്പ്, ഒരു വരാന്തയും ഒരു അടുക്കളയും മാത്രമല്ലേ ഉള്ളൂ. പിള്ളേരുടെ എണ്ണ 7, 8, 9 ഇല്ലേ? എവിടെ കിടന്നുറങ്ങും? ഇപ്പൊ 1 ഉള്ളൂ. അപ്പൊ ആ മാറ്റം വന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, അങ്ങനെ പഠിച്ചു വന്ന പിള്ളേരോ എല്ലാവർക്കും ജോലിയുണ്ട്. ചുമ്മാ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരുണ്ടോ? സ്വിഗ്ഗി, സൊമാറ്റോ, മറ്റത് മറിച്ചത് പോയി നോക്കണം. 6 മണിയോട്ട് ഇപ്പോ പ്രൊവിഷൻസ് കൂടെ കൊണ്ട് കിടക്കുന്നുണ്ട്. വ്യഞ്ജനങ്ങളിലൂടെ രാവിലെ 5 മണിക്ക് തുടങ്ങിയാണ്.
വീട്ടിലേക്ക് വേണ്ടിയുള്ള വ്യഞ്ജനങ്ങൾ വിളിച്ചു പറയുന്നു. 5 മണിക്ക് അവര് ഗോഡൌണിൽ പോയി അത് ശേഖരിക്കുന്നു. പെണ്ണുവാണും 8 മണിക്ക് മുമ്പ് വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നു. അവൻ 8 മണിക്ക് മുമ്പ് 20,000 രൂപ ഉണ്ടാക്കുന്നു. അവൻ സലാം പറഞ്ഞിട്ട് പോകുന്നു. എന്തൊരു മാറ്റം! ഈ മാറ്റമൊന്നും താനേ വരുന്നതല്ല. അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതാ ഇപ്പൊ നമുക്ക് വല്ല ഭയമുണ്ടോ റോഡിലൂടെ നടക്കാൻ? ഉണ്ടാ? പെൺകുട്ടികളോട് ഞാൻ ചോദിക്കുക, വനിതാ ജംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കിയാണ്, എല്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും വന്നില്ലേ? സ്വതന്ത്രമായി വിടുകയാണെന്ന്. ആരെങ്കിലും ആക്രമിക്കുന്നു, ആരെങ്കിലും പള്ളു പറയുന്നു, ഈ കമന്റ് എന്ന് പറയുന്നതൊക്കെ പോയില്ലേ ഇപ്പോ? അങ്ങനെ കമന്റ് അടിക്കൽ വല്ലതും ഉണ്ടോ? പണ്ട് നമ്മുടെയൊക്കെ കാലത്താണ് പെണ്ണ് നടന്നു പോകുമ്പോൾ ആണുങ്ങൾ കമന്റ് അടിക്കുക, എന്തെങ്കിലുമൊക്കെ. അതൊക്കെ പോയി. ഇന്നിപ്പോ ആണും പെണ്ണും സമൂഹത്തിൽ തുല്യ സ്ഥാനമുള്ള ആളുകളായി മാറിയത് കേരളത്തിൽ LDF ഗവൺമെന്റിന്റെ ഉന്നതമായ ഭരണത്തിന്റെ ഫലമായിട്ടല്ലേ? അങ്ങനെ കേരളം മാറുകയാണെന്ന്. ആ ഗവൺമെന്റിനെയാണ് ഞാൻ ഉപസംഹരിക്കുകയാണ്. ആ ഗവൺമെന്റിനെയാണ് വച്ചു പൊറിപ്പിക്കാൻ പറ്റില്ല. ആ ഗവൺമെന്റിനെ താർത്ത് തരിപ്പണമാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും നമ്മൾ ഇത്തരത്തിലുള്ള ദിനാചരണങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് എന്തിനു വേണ്ടി? ഭൈരവൻപിള്ളയുടെ മഹത്വം പറയാൻ വേണ്ടിയല്ല. ഭൈരവൻപിള്ള ഈ പാർട്ടിക്ക് വേണ്ടി ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരാശയമുണ്ട്, ഒരു പ്രവർത്തന ശൈലിയുണ്ട്, ആ പ്രവർത്തന രീതിയുണ്ട്. ആ പ്രവർത്തന രീതിയിലൂടെ ചാലപ്രദേശത്തെ പാർട്ടിയെ ഇനിയും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള പ്രതിജ്ഞയാണ് ഇത്തരത്തിലുള്ള ദിനാചരണത്തിലൂടെ നമ്മൾ എടുക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഈ പ്രദേശത്ത് സംഘടിപ്പിക്കാൻ കഴിയണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദനങ്ങൾ.